നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സാമൂഹ്യ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓട്ടിസവും ആയുർവേദ ചികിത്സയും എന്ന വിഷയമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാൻ നമുക്കൊപ്പം ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ രോഷ്നി അനുരുദ്ധനാണ്. നമുക്ക് മാമിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം, സ്വാഗതം. ശരിക്കും കുട്ടികളുള്ള വീടുകളിൽ എല്ലാ മാതാപിതാക്കളുടെയും ഇന്നത്തെ ഒരു സംശയവും ഭയവും എല്ലാമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ശരിക്കും ഓട്ടിസം എന്നാൽ എന്താണെന്നുള്ളത് വിശദമാക്കാം. കുഞ്ഞുങ്ങളിലെ പെരുമാറ്റ രീതിയെയും അവർ സംസാരിക്കുന്ന ആശയവിനിമയം ചെയ്യുന്ന രീതിയെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. ഒരു അസുഖം എന്നുള്ള തരത്തിലേക്കാളും ഒരു അവസ്ഥാവിശേഷമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പറയുവാനാണെങ്കിൽ ഓട്ടിസം എന്നാൽ എന്താണെന്നുള്ളത് അവർക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് പലർക്കും അറിയില്ല. അത് മാത്രമല്ല, തിരിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവേ ഇല്ല. ഇപ്പോൾ തീരെ ചെറിയ കുട്ടിയാണെങ്കിലും 1 വയസ്സ് 2 വയസ്സൊക്കെ ആവുമ്പോൾ സംസാരം പതിയെ അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോഴത്തേക്കും സംസാരം പറ്റില്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ നടത്തും. അല്ലെങ്കിൽ ഒന്ന് ഓമനിക്കുമ്പോൾ ഇഷ്ടമാണ്, വേറെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന ഇഷ്ടം, നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു, എല്ലാ വികാരങ്ങൾ അവരെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ കുഞ്ഞുങ്ങൾ തികച്ചും വ്യത്യസ്തരാണ്. ഇവർക്ക് ആരുടെയും പ്രത്യേകിച്ച് ഒരു മമതയോ ഒരു സ്നേഹമോ ഇല്ല. ഇങ്ങോട്ടും സ്നേഹിക്കണം, താലോലിക്കണമെന്നോ കൊഞ്ചിക്കണമെന്നോ അങ്ങനെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഇവർ അവരുടേതായിട്ടൊരു ലോകത്തേക്ക് അങ്ങ് ഉൾവലിയാണ്. ആരോടും പ്രത്യേകിച്ച് ഇഷ്ടവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒന്നിനോടും ഇല്ല. പ്രത്യേകിച്ചൊരു കളിപ്പാട്ടങ്ങളോടൊരു താല്പര്യമോ ഇന്നത് എൻ്റെത് എനിക്ക് വേണം അങ്ങനെ ഒന്നുമേ ഇല്ലാത്ത ഒരു സ്വയം ഒരു ലോകത്തേക്ക് ഉൾവലിഞ്ഞ് അവരുടേതായ ലോകത്തേക്ക് ഉൾവലിയുന്ന. അതെ അതെ അതെ. അപ്പൊ ഈ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാൻ സാധിക്കും? എത്രയും ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞ് നമ്മൾ മുഖത്ത് നോക്കി ചിരിച്ചാൽ കുഞ്ഞ് തിരിച്ച് ചിരിക്കും. ആരാണെങ്കിലും അത് ആരാണെങ്കിലും ചിരിച്ച, അല്ലെങ്കിൽ കളിപ്പിച്ചാൽ കുഞ്ഞിന് ഇഷ്ടം, ഓമനിച്ചാൽ ദേഹത്തോട് പറ്റിയിരിക്കും. അവിടം തൊട്ടേ നമുക്ക് ഒരു അസ്വാഭാവികത ഈ കുഞ്ഞുങ്ങളിൽ കാണാം. അത്ര ഒരു പ്രതികരണം ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ അമ്മ ഒന്ന് അടുത്തുനിന്ന് മാറിയാൽ കുഞ്ഞിനൊരു വിഷമം, അല്ലെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞ കുഞ്ഞ് കൈ കാട്ടി വിളിക്കും. അതൊന്നും ഈ കുഞ്ഞുങ്ങളെ കാണിക്കില്ല. അമ്മ അടുത്ത് വേണം എന്നില്ല, ആരും പ്രത്യേകിച്ച് അടുത്ത് വേണം എന്നില്ല. ഇപ്പോൾ മുറിയിൽ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇരുത്തിയാലും വിരോധമൊന്നുമില്ല. ഒരു കാരണമില്ലാതെ, എനിക്ക് സന്തോഷമില്ലെന്ന് വെച്ചാൽ ഉണ്ട്, കാരണമില്ലാതെ ചിരിക്കുക, പ്രത്യേകിച്ച് നമുക്ക് അറിയപ്പെടുന്ന കാരണങ്ങളില്ലാതെ കരയുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു പെരുമാറ്റ രീതികൾ കാണിക്കും കുഞ്ഞിലേന്ന്. ചില കുഞ്ഞുങ്ങൾ ആദ്യമൊന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കില്ല. ഒരു 1.5 വയസ്സ് വരെയൊക്കെ അമ്മ അച്ഛ എന്തെങ്കിലും ഒരു 5-6 വാക്കൊക്കെ പറയുന്നുണ്ടാവും. 1.5 വയസ്സാകുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ പറയും. പിന്നെ അങ്ങോട്ട് സംസാരം ശരിക്ക് വരുന്നില്ല. 2 വയസ്സായപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ വന്നില്ല. ഇപ്പോൾ ഞാൻ പേര് വിളിച്ചാൽ കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല. കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർക്കൊരു സംശയം. അങ്ങനെ പലപ്പോഴും അങ്ങനെ പറഞ്ഞ മാതാപിതാക്കൾ വരാറുണ്ട്. കേൾവിക്ക് എന്തെങ്കിലും എങ്കിൽ അവർ തന്നെ പറയും, എങ്കിൽ ചില മിക്സി ഓൺ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടി ആകെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, ആരെങ്കിലും ഉറക്ക വിളിക്കുന്നതൊക്കെ കേട്ടാൽ ചെവി പൊത്തിപ്പിടിക്കുന്ന അവസ്ഥത കാണിക്കുന്നുണ്ട്. കേൾവിക്ക് പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടറെ എന്തായാലും വിളിച്ചാൽ കേൾക്കുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. കേൾവി പരിശോധനകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമലായിരിക്കും. ഇവർക്ക് കേൾവി ഒരു പക്ഷേ നമ്മളെക്കാളും കൂടുതലാണ് കാണിക്കുക. ചെറിയ നമുക്ക് കേൾക്കാൻ പറ്റാത്ത സ്വരങ്ങൾ വരെ ഇവരെ കേൾക്കുകയും അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസാര ഭാഷയ്ക്കോ ആംഗ്യഭാഷയ്ക്കോ പ്രത്യേകിച്ച് യാതൊരു പ്രതികരണം ഇവർ തരില്ല. മോൻ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെന്നാലോ മോനിങ്ങ് വായോ എന്ന് വിളിച്ചാലോ ആംഗ്യം കൊണ്ട് കാണിച്ചാലോ ഇത് വേണോ എന്ന് ചോദിച്ചാലോ ഇങ്ങനെ ആംഗ്യം കൊണ്ട് കാണിച്ചാലോ ഒന്നും ഒരു പ്രതികരണം ഇല്ല. നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പോൾ മാം ഒരുപാട് സിംറ്റംസ് പറഞ്ഞല്ലോ, ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സംശയം എന്ന പോലെ എല്ലാ ഓട്ടിസമുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും ഈ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നുണ്ടോ? 2-3 ലക്ഷണം എല്ലാത്തിലും ഉണ്ടെങ്കിലേ നമ്മൾ കമ്പൽസറി ഓട്ടിസം എന്നുള്ള ഒരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റുള്ളൂ. ആ ഒരു സോഷ്യൽ ഇൻ്ററാക്ഷൻ, ഒരു സാമൂഹിക ജീവി എന്നുള്ള ഒരു ആ ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ലേ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും എന്ന് പറഞ്ഞാൽ ആരുമായിട്ടും സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളായിട്ടും കളിക്കില്ല, വേറെ ആരുമായിട്ടും ഒരു നല്ല ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ല, അവർ ആരുമായിട്ടും ഇടപെടില്ല.
അതൊരു പ്രധാന ലക്ഷണമായിരിക്കണം, അതുണ്ടാവണം. പിന്നെ സംസാരത്തിൻ്റെ കുറവ് മാത്രമല്ല, ആ ഭാഷ കേട്ടാൽ മനസ്സിലാവായിക. പിന്നെ അവരുടേതായ പ്രത്യേക ചേഷ്ടകൾ അത് സാധാരണ കാണും. തലയിട്ട് ഒന്ന് അടിക്കുക, ആടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു കൈയൊക്കെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക, അങ്ങനെ അവരുടേതായ ചില ചേഷ്ട ചിലപ്പോൾ വല്ലാതെ ഒച്ച ഉണ്ടാക്കുന്നതും കാണാം. പ്രത്യേകിച്ച് ഒരു കാരണവും നമുക്ക് കുഞ്ഞുങ്ങൾ ഒച്ചയിൽ കരയൊക്കെ ചെയ്യും, അതുമാതിരിയല്ല ഒരു കാരണവും ഇല്ലാതെ വല്ലാതെ ഒച്ചയിൽ ഹൗൾ ചെയ്യുക, എന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ അട്ടഹസിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ചിരിക്കുക. കുറച്ച് നേരം ഒരു കാരണമില്ലാതെ അങ്ങനെ ചിരി കഴിഞ്ഞിട്ട് പിന്നെ അവർ തനിയെ ശാന്തരാവുന്നു. ചിലപ്പോൾ ഇതുപോലെ കാരണമില്ലാതെ കരയുകയും ശാഠ്യം പിടിക്കുകയും, നമ്മൾ എന്താ ഓമനിച്ചാലൊന്നും ആ ശാഠ്യത്തിൽ നിന്ന് മാറില്ല കുഞ്ഞ്. അതൊക്കെ ഒരു അമ്മ പറയും, എൻ്റെ പരിധിയിൽ കുഞ്ഞ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓമനിച്ചിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞ് നിൽക്കുന്നില്ല എന്ന് പലപ്പോഴും അമ്മമാര് പറയും. ഓക്കെ, ഇപ്പൊ മാം പറഞ്ഞല്ലോ തലയിട്ട് ഇടിക്കുക എന്നുള്ളത്, അപ്പൊ അവർക്കൊരു അത് ഭയങ്കരമായിട്ട് വേദന അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല? അപ്പോൾ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ എങ്ങനെയാവണം? കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേദന അവർ വേണ്ട വിധത്തിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, ഗൗനിക്കുന്നില്ല. അവർക്ക് നമുക്കൊക്കെ വേദന എന്ന് പറഞ്ഞാൽ അയ്യോ വേദന എടുക്കും എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൊരു കാര്യം ചെയ്യില്ല. കൈ ഒന്ന് ഇവിടെ വെച്ചാൽ കൈ ഒന്ന് ഞെങ്ങും, അത് കാരണം വേദനിക്കും എന്ന് പറയണത് നമുക്ക് എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ള റിയാക്ഷനാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേദന അത്ര ഒരു നെഗറ്റീവ് ഇതല്ല. അത് അവർക്ക് വേദന അവർ കുറച്ച് പെയിൻ സീക്കേഴ്സ് എന്ന് വേണം പറയാൻ. വേദന അവർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേദനിക്കുന്ന തല ഒന്ന് മുട്ടി ഇടിച്ചു, അവർ വീണ്ടും ഒന്നും കൂടി ഇടിച്ച് ചില കുട്ടികൾ വല്ലാതെ തലയിട്ട് അടിച്ചടിച്ച് സന്തോഷിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലർ സ്വയം ശരീരഭാഗങ്ങൾ, ചിലരെന്നല്ല വളരെ ഭൂരിപക്ഷം കുട്ടികളും സ്വയം ശരീരഭാഗങ്ങൾ കടിച്ചു നോവിക്കും. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ പാടുകൾ കാണാം, കടിച്ചിട്ടിങ്ങനെ തഴമ്പിച്ച് അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന കടിച്ച് അവർ സന്തോഷിക്കും. അപ്പോൾ അമ്മമാർക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ദേഹം മുറിയുന്നത്, കൈ മുറിയുന്നത് ഒത്തിരി വിഷമം ഉണ്ടാക്കും. പക്ഷെ കൈ പിടിച്ച് മാറ്റിയാലും ഒന്ന് നോട്ടം തെറ്റുമ്പോൾ വീണ്ടും ആ കൈയെടുത്ത് കടിക്കും. വലിയ തഴമ്പുകൾ കാണാം. ചെറിയൊരു കുരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ആ കുരുവിൽ തൊടാതെ അയ്യോ എൻ്റെ കുരു അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ നോക്കുമല്ലോ, എനിക്കിത് ഇവിടെ പൊട്ടി. ഇവരങ്ങനെയല്ല, ആ ഒരു പൊട്ടിയ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും കുത്തി ഇളക്കി അത് ആ ഒരു പെയിനില്ലേ അത് അവർ ആ കുരു ഉണങ്ങാൻ സമ്മതിക്കാതെ ഇവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അതൊരു വലിയ വ്രണമാവുന്നത് അവർക്കതൊരു പ്ലഷറബിൾ ഫീലിംഗ് ആണ്. തികച്ചും നമുക്ക് ആ പെരുമാറ്റ രീതിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഇവരെ നോക്കിയിരുന്നാൽ തന്നെ അറിയാം സാധാരണ ഒരു കുട്ടിയല്ല എന്തെങ്കിലും. പക്ഷെ കാഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു വ്യതിയാനവും കാണില്ല. ഓക്കെ, മേ ബി ഓട്ടിസം ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണങ്ങൾ, ഒരു കോസ് എന്ന് പറയുന്നത് എന്താണ്? ഈ അസുഖത്തിനെ പറ്റി ലോകമെമ്പാടും ഒത്തിരി റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു 50-60 വർഷം കൊണ്ട് ഭയാനകമായ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് വളരെ ഒരു അലാമിങ് സ്റ്റേജിൽ കയറി വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ എത്രയോ അനേകായിരം കോടി രൂപ ഇതിനു വേണ്ടി ഗവേഷണത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും ഇത് കൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് വ്യക്തമായ ഒരു കാരണത്തെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ പല കാരണങ്ങളും ഇതോട് ചേർന്ന് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഇതും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അസോസിയേറ്റഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ഗവേഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വളരെ കൂടുതൽ എടുത്തു പറയാനുള്ള ജനിതകമായ കാരണങ്ങളാണ്. ഈ കുട്ടികളിൽ ചില ജീൻസ് ഇത് കണ്ടാൽ ഓട്ടിസം ചാൻസ് ഉണ്ട് എങ്കിൽ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിലും കുറച്ച് പ്രെസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് വേറെയും കൂടി വരുമ്പോൾ കുട്ടി ഓട്ടിസ്റ്റിക് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നതിന് സാധ്യത നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ നമുക്ക്? ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു ജനറ്റിക് ഡിസ്പോസിഷൻ ഉണ്ട് എങ്കിൽ, അതായത് മൂത്ത കുട്ടി ജനറ്റിക്കലി ഐഡന്റിഫൈഡ് ഓട്ടിസ്റ്റിക് ആണ് എങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് സിമിലർ കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അല്ലാതെ വേറെ അങ്ങനെ നമുക്ക് നേരത്തെ ഒരു ജനറ്റിക് സ്ക്രീനിങ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു ലേഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഓട്ടിസം സ്ക്രീനിങ് ഒന്നും അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന മെൻ്റൽ ടെൻഷൻസ് ഇല്ലേ, മെൻ്റൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ ഉണ്ടാവുന്ന ടെൻഷൻ ആവണമെന്നൊന്നും കമ്പൽസറി ഇല്ല. ചെറിയ കാര്യത്തിൽ ആദി പിടിക്കുന്ന പ്രകൃതം ഉണ്ടല്ലോ ചിലർക്ക്. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ കൂട്ടുകുടുംബവും വളരെ നല്ല ഒരു
അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചെറിയൊരു വിഷമം വന്നാൽ തന്നെ അതെല്ലാവരുടെ അടുത്തും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു 100 പേര് കൂടെ, അങ്ങനെയുള്ള ഉള്ളില് സ്ത്രീകൾ വളരെ സന്തോഷവതികളായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ന്യൂക്ലിയർ ഫാമിലി വരികയും വർക്കിംഗ് ലേഡീസിന്റെ തോത് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ടെൻഷൻസ് പലപ്പോഴും ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാകുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അവർക്കുണ്ടാവുന്ന ടെൻഷൻസ് അവർക്ക് പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല പലപ്പോഴും. അപ്പോൾ ഉള്ളിൽ അതൊരു എന്താ പറയുക, ഒരു സ്ട്രെസ് ആവുകയാണ് അവർക്ക്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ഉണ്ടാവുന്ന മെറ്റേണൽ സ്ട്രെസ് ഒത്തിരി കുട്ടികളുടെ ബിഹേവിയറൽ അബ്നോർമാലിറ്റി, ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് ബിഹേവിയറൽ അബ്നോർമാലിറ്റി ഇത് ഒത്തിരി കൂട്ടുന്നതായിട്ട് ഒത്തിരി പഠനങ്ങളുണ്ട്. ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ആക്ച്വലി ഫീലിങ്സ് ഉണ്ട്, അതിനെ കേൾക്കാനും അതിനെ അനുഭവിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ പക്ഷെ ജനിച്ചു കഴിയുമ്പോഴേ കുഞ്ഞിന് ഫീലിങ്സ് ഉള്ളതായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. പക്ഷേ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് കുഞ്ഞിൻ്റെ ആ സൈക്കോളജിക്കൽ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അമ്മയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് കുട്ടിയുടെ മെന്റൽ ഹെൽത്തുമായിട്ട്. ആ കുട്ടിയാണല്ലോ പുറത്ത് വരുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ലക്ഷണങ്ങൾ, അതായത് ഏത് പ്രായത്തിലാണ് പ്രകടമായി തുടങ്ങുന്നത് മാം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ? ഇപ്പോൾ ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് പല കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 years ആവുമ്പോൾ ലക്ഷണങ്ങൾ വ്യക്തമാക്കി തുടങ്ങുന്നതാണ്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് വരും. എന്ന് പറഞ്ഞാൽ അസുഖം വേറെ ആയിരിക്കും, തലച്ചോറിനെ ബാധിക്കുന്ന വേറൊരു അസുഖമായിരിക്കും. തലച്ചോറിന് വളരെയധികം ഘടനാപരമായി വളർച്ച കുറവ്. അപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോഴൊക്കെ കുഞ്ഞിന് തീരെ തലച്ചോറിന് വളർച്ചയില്ല, കുഞ്ഞിന് വളർച്ച കുറവാണ്, പ്രസവത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി അവർ തരും. അതിനോടനുബന്ധിച്ച് തലച്ചോറിൻ്റെ വളർച്ചക്കുറവ് കാരണം ആദ്യമേ കുട്ടിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കാണും. തലയുറയ്ക്കാൻ വൈകി, ഇരിക്കാൻ വൈകി, അതിൻ്റെ കൂടെ സ്വഭാവത്തിൽ അസ്വസ്ഥതകൾ കാണാം. അതായത് തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിന് ഓരോ ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു തലച്ചോറിൻ്റെ ഒരു ഘടനാപരമായ വളർച്ചക്കുറവുണ്ടെങ്കിൽ ശാരീരികമായ ചേഷ്ടകളെയും, അതായത് തലയുറക്കുക ഇരിക്കുക എന്നുള്ള ഫങ്ഷൻസിനെയും ബാധിക്കാം. ബിഹേവിയർ അബ്നോർമാലിറ്റി ഒരുമിച്ച് എല്ലാം കൂടി ഇൻവോൾവ് ആവുന്ന കുറച്ചും കൂടി ലിറ്റിൽ ബിറ്റ് മോർ സീരിയസ് ആണ് ആ ഡിസീസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളാകുമ്പോൾ നമുക്ക് ആദ്യമേ അറിയാം ഇത് ഈ കുട്ടി ഇങ്ങനെ ആവാം സാധ്യതയുണ്ട്. ആദ്യമേ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, ആദ്യമേ ഓമനിച്ചറിയുന്നില്ല, അങ്ങനെ ഒരു ഭാഷയും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, മുഖത്തോട് നോക്കുന്നില്ല എന്ന് തന്നെ ഫസ്റ്റ് സൈനാണ്. കുഞ്ഞ് എത്ര ഒരു 28 ആകുമ്പോഴത്തേക്കും തീർച്ചയായും മുഖത്ത് നോക്കി ചിരിച്ച് ഇരിക്കണം. അത് കമ്പൽസറി ആണത്. അമ്മയെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ആദ്യമേ അപ്പോൾ ഈ കാറ്റഗറിയിൽ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളത് ആദ്യമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഞാൻ രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് 1.5 വയസ്സ് വരെയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, മുഖത്ത് നോക്കി ചിരിച്ചില്ല. അവർ പറയും ഡോക്ടറെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, ഒന്നാം പിറന്നാളിന് നല്ല സന്തോഷമായിരുന്നു, അന്ന് അമ്മ എന്ന് വിളിച്ചു, അച്ഛന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ഇങ്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ചിലർ പറയും എനിക്ക് ജോലിക്ക് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റീസൺസ് അവർ പലപ്പോഴും, അല്ലെങ്കിൽ ഒരു പനി വന്നോന്നോ അല്ലെങ്കിൽ ഇളയ കുട്ടി ഉണ്ടായപ്പോഴെന്നോ എന്തെങ്കിലുമൊക്കെ അവർ ന്യായങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അത്ര കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാതായപ്പോൾ കുട്ടി ഉൾവലിഞ്ഞു പോയതായിട്ട് അങ്ങനെയും പറയാം. അപ്പോൾ 2 ടൈപ്പാണ് ആദ്യമേ ഉണ്ടാവുന്നത്, നമുക്ക് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം. ഈ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു ക്ലോസ് വാച്ച് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ചെറിയൊരു ഇടവേള. ഇതുപോലെ നിങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം എപ്പോഴും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. ഇതാ നിങ്ങളെ സഹായിക്കാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. GKSF ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. മാം, ഇപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനവും വളർച്ചയും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളിൽ എങ്ങനെയായിരിക്കും? പ്രവർത്തനത്തിൽ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്? പ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഓരോ ജോലിയുണ്ട്. അതിനകത്ത് സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രവർത്തന കുറവ് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. വളരെ വലിയ അബ്നോർമാലിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ സ്ട്രക്ചറിലും, അതായത് നമുക്ക് ഒരു സ്കാൻ ചെയ്ത് കൊടുത്താലൊക്കെ നോക്കിയാൽ MRI എടുത്ത് നോക്കിയാൽ ഐഡൻറ്റിഫയബിൾ ഒരു ഡിഫക്റ്റ് അങ്ങനത്തെ കുട്ടികളിൽ കാണും.
അല്ലെങ്കിൽ ചില ഫങ്ഷണൽ വേരിയേഷൻ, ഈ ജിയിലൊക്കെ ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ അവിടെ കാണാറുണ്ട്. ചിലപ്പോൾ ഇനി തലച്ചോറിൻ്റെ നാഡീഞരമ്പുകൾ പ്രവർത്തിക്കുന്നത് ചെറിയ ഇലക്ട്രിക്കൽ കറണ്ട് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ചെറിയ ഹോർമോൺസ് അവിടെ വരുന്നുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഉദാഹരണം സെറട്ടോണിൻ, അങ്ങനത്തെയൊക്കെ ഉള്ള ഹോർമോൺസ് ഉണ്ട്. വളരെ ചെറിയ അളവിലാണ്, പക്ഷെ അതിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ തോത് കറക്റ്റ് ആയില്ലെങ്കിലും ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് കാണിക്കും. അതായത് തലച്ചോറിനകത്ത് ഫങ്ഷൻസിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ ഇത് ബാധിച്ചിട്ട്, അപ്പോൾ ബിഹേവിയറൽ ഏരിയയിലെ ഫങ്ഷൻസ് ശരിക്കും ഇമ്പയർമെൻറ്റ് അതാണ് വരിക. കുട്ടിക്ക് എങ്ങനെ പെരുമാറണമെന്ന് അവരറിയില്ല. അതുപോലെ കേൾക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഏത് ഭാഷയാണെങ്കിലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഈവൻ ആംഗ്യ ഭാഷ പോലും. ഓക്കെ മാം, നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സൗമ്യാണ്. എവിടുന്നാ വിളിക്കുന്നത്? കൊല്ലത്തുനിന്ന്. ഓക്കെ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോക്ക് ഇപ്പൊ 5 വയസ്സാവാറായി. പറയ് സൗമ്യ. അവള് 2.5 വയസ്സിന് ശേഷമാണ് നടന്നു തുടങ്ങിയത്. മോളിപ്പം മെഡിക്കലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മോക്ക് തലകറക്കും ഛർദിലായിട്ട് കാണും. അപ്പം ഡോക്ടർ അവിടെ കുറെ നാള് ഇവിടുത്തെ ആശുപത്രിയിലൊക്കെ മോള് കിടന്നായിരുന്നു. അസുഖമൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഈ കുഞ്ഞിനെ നടക്കാനും സംസാരിക്കാനും നേരെ ഇരിക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. ഈ അസുഖത്തിന്റെ കൂടെ തന്നെ അതും വരുമായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തായിരുന്നു തലയുടെ. അപ്പൊ ഡോക്ടർ എന്നാലും കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ ഈ ഇടയ്ക്ക് വെള്ളിയാഴ്ചയും പെട്ടെന്ന് ഇതണക്ക് ശരീരത്തിലൊരു കുഴച്ചില് പോലെയും ഛർദിയിലും കൈകാലിയൊക്കെ എല്ലാം ഒരു ഫലം പോലെ ഉണ്ടായിരുന്നു. അത് എന്ത് അസുഖം കൊണ്ടാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച ഡോക്ടറൊക്കെ. കുട്ടി 2.5 വയസ്സായിട്ട് നടന്നില്ല എന്ന് പറയുമ്പോ ഇപ്പൊ കുഞ്ഞ് നടക്കുന്നുണ്ടോ? ഇല്ല, മോളിപ്പോ സ്കൂളിൽ വിട്ട്. അല്ല, കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നുണ്ടോ? ഇപ്പൊ ചെറുതായി നടക്കി കൊടുക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര അണപ്പാണ്. അവള് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോഴേ കിതപ്പുണ്ട് അവക്ക്. ആണോ? ഹാർട്ടിന്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടോ? ഒക്കെ ചെയ്തായിരുന്നു. അതിനകത്ത് തകരാറൊന്നുമില്ല ഇല്ലെന്നാണ് അവര് പറയുന്നത്. ആണ്. ഇപ്പോൾ സൗമ്യ പറയുന്നതിൽ നേരത്തെ തന്നെ ഡെവലപ്മെന്റ് എല്ലാമേ ഡിലേ ആണ്. 2.5 വയസ്സായപ്പോഴും പതിയെ നടന്നു തുടങ്ങുന്നുള്ളൂ. നടക്കുമ്പോൾ അണപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനമാണ് ഒറ്റ നോട്ടത്തിൽ സംശയിക്കേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും സൗമ്യക്ക് എനിക്ക് തോന്നുന്നു അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഡെവലപ്മെന്റ് ഡിലേ 2.5 വർഷമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് നോർമൽ അല്ലാത്ത ഒരു കുട്ടിയാണ് എന്ന് വേണം. എന്തുകൊണ്ടാണ് വീഴുന്ന തലയിറങ്ങി ഇങ്ങനെ കതപ്പ് വരണേന്ന് റിപ്പോർട്ട്സ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ സൗമ്യ. ചെറിയൊരു ലക്ഷണം കേട്ടിട്ട് പറയാൻ പറ്റില്ല. കുട്ടിയെ കണ്ട് റിപ്പോർട്ട്സും കണ്ടാലേ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അവര് പറഞ്ഞ ഡോക്ടർ ഈ ജെന്നി പോലെയാണ് കാണുന്നത്. ജെന്നി പോലെയാണെങ്കിൽ അവർക്ക് വായുന്നറിഞ്ഞോ അറിയാൻ പതയോ അങ്ങനെ ജെന്നിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെയല്ല സൗമ്യ, അതൊക്കെ നമ്മൾ വലിയ ആളുകൾക്ക് ജെന്നി വരുമ്പോഴാണ് വെട്ടല് കോച്ചലായിട്ടൊക്കെ വന്നിട്ട് നൊരയും പതയൊക്കെ വരുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് ജെന്നി വരുമ്പോൾ അങ്ങനെയൊന്നും വരണം നിർബന്ധമേ ഇല്ല. ചെറിയൊരു കണ്ണൊന്ന് കോടിപ്പോവോ അല്ലെങ്കിൽ കണ്ണൊന്ന് മേലേക്ക് അപ്രോൾ ചെയ്ത് പോവോ, ചുണ്ടൊന്ന് ചെറുതായിട്ട് കോടിപ്പോവോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാലും മതി. ചെറിയൊരു അസ്വസ്ഥതായിട്ട് അവർക്ക് ഫീൽ ചെയ്യോ, അങ്ങനെ വെട്ടല് നൊര വരണം എന്നൊന്നും കമ്പൽസറിയേ ഇല്ല സൗമ്യ. അങ്ങനെ ജെന്നിയുടെ ആണെന്നുണ്ടെങ്കിൽ EEG എന്ന് പറഞ്ഞൊരു പരിശോധനയുണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അങ്ങനെയുള്ളൊരു പരിശോധനയിൽ അത് കണ്ടിട്ടുണ്ടാവും. വീഡിയോ EEG ഒക്കെ എടുക്കും, അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നോക്കി അവര് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴോ? അപ്പോഴും ഡോക്ടർ കാര്യമായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. അതിന്റെ പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടു ചെന്നേ വ്യക്തമായി സംസാരിച്ചാൽ എന്തോ അസുഖം എന്നറിയാം. ജെന്നി വരുന്നത് സാധാരണ തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾക്ക് സാധാരണ കൂടെ വരുന്നതാണ് ജെന്നി വരുന്നത്. അതുകൊണ്ടായിരിക്കും ഈ കഥപ്പ് ഇവിടെ വന്നത്. മറ്റെന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടോ? ഇല്ല, താങ്ക് യു ഡോക്ടർ. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം ചോദിച്ചറിയാനുള്ളത്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് ചില ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഏതൊക്കെയാണ് ആ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്? 2 രീതിയിലുണ്ട്. അവർക്ക് ഇഷ്ടം അനിഷ്ടമുണ്ട് ഈ ആഹാരത്തിനോട്. സാധാരണ ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദിവസം മാറി മാറി ആഹാരം കൊടുക്കുന്നതാണ് ഇഷ്ടം. ഒരു സാധനം തന്നെ കൊടുത്താൽ
എല്ലാവർക്കും അതെ അങ്ങനെയാ. ഇവർക്ക് എല്ലാത്തിനോടും ഒരു എന്താ പറയുക ആവർത്തന സ്വഭാവമുണ്ട്. ഇപ്പൊ ഇന്ന് പുട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും പുട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. എസ്പെഷ്യലി അവർക്ക് ഈ നനവുള്ള സാധനങ്ങളില്ലേ, നമ്മൾ കറിയിൽ മുക്കി കഴിക്കില്ലേ, കയ്യിൽ ഒരു നനവ് പറ്റുന്ന അതവർക്ക് വെറുപ്പാണ്. അതവർക്ക് അങ്ങ് തൊടുമ്പോൾ അവർക്ക് അങ്ങ് വല്ലാതെ ഒരു ഇറിറ്റേഷനാവും. അപ്പൊ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ സാധാരണ ഒരു കയ്യിൽ നനവ് പറ്റുന്ന ഒന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഉമ്മ വെക്കുമ്പോൾ പോലും ചുണ്ടൊന്നും നനഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് പറ്റില്ല. അവർ ഈ കവിള് വെച്ചൊന്ന് ചേർത്ത് വെക്കാനൊക്കെ അവർ സമ്മതിക്കുള്ളൂ. അവർക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത്. അതാണ് അവരുടെ ആഹാര രീതിയിലെ ഇഷ്ടം അങ്ങനെയാണ്. യൂഷ്വലി ഡ്രൈ ഈ ബിസ്ക്കറ്റ്സ് മാതിരിയോ ഡ്രൈ ആയിട്ടുള്ള കഴിക്കാനുള്ളതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അല്ലാതെ ഇറക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇറക്കുന്നതിൽ ഒന്നും പ്രശ്നമില്ല. പിന്നെ പലപ്പോഴും ഈ ആർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചില ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് സ്റ്റിമുലേറ്റഡ് ആവുന്ന കാണുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ റിസർച്ചേഴ്സൊക്കെ പറയുന്നത് പാലിലെ പ്രോട്ടീനുണ്ട്, കേസിൻ എന്ന് പറഞ്ഞ മിൽക്ക് പ്രോട്ടീനുണ്ട്. മിൽക്ക് പ്രോട്ടീൻ ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഇല്ല. അപ്പം സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യുക, ജനിക്കുമ്പോൾ തൊട്ടേ പാല് കൊടുത്ത് വളർത്തണം എന്നാണല്ലോ നമ്മുടെ ഒരു രീതി. അമ്മമാരെപ്പോഴും അങ്ങനെ, അയ്യോ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ ഒക്കെ പാലിൽ പലപ്പോഴും ഇവർ ഇറിറ്റബിലിറ്റി കൂടുതലാവുകയും ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവൻ ഒരു ചോക്ലേറ്റ് ബാർ കൊടുത്ത കുട്ടി നിന്ന് ഹൈലി ഹൈപ്പർ ആക്റ്റീവായി വരികയൊക്കെ. ചില പ്രോട്ടീൻസിന് ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അത് ഈ സിംറ്റം വളരെ ട്രിഗർ ചെയ്യുന്നത് കാണണം. നമുക്ക് തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പേ കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ നമസ്കാരം സർ, സ്വാഗതം. പേര് പറയാമോ? രാധാകൃഷ്ണൻ. എവിടുന്നാ വിളിക്കുന്നേ? തിരൂര്. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടറിനോട്. അത് മകന് 9 വയസ്സായിരിക്കുന്നു. ഇതുവരെ സംസാരം ശരിക്കും പറയുന്നില്ല. 4ലാണ് പഠിക്കുന്നത്. പറഞ്ഞോളൂ സർ. അത് ഇതുവരെ സംസാരിക്കാൻ ശരിയായിട്ടില്ല. ഞാൻ ഭാര്യനെ ഇട്ട് കൊടുക്കാം. ഹലോ പറഞ്ഞോളൂ മാം, ചോദിച്ചോളൂ. എന്റെ മോന് വേണ്ടിയിട്ടാണ്. 8 വയസ്സായാണ്. മോൻ കൂട്ടുകാരോടൊക്കെ എങ്ങനെയാണ്, കളിക്കുന്നുണ്ടോ? കളി അതൊക്കെ ഉണ്ട്. ആണോ? പറയാന് ചില വാക്കുകള് പറ്റുന്നില്ല, വ്യക്തമാവുന്നില്ല എന്നാണോ? വാക്കുകൾക്ക് നമ്മളൊക്കെ വരില്ലേ, തിരിക്കാന് പറ്റാത്ത തെളിച്ച കുറവുണ്ട് അല്ലേ? അല്ലാതെ എഴുതാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ? എഴുതാൻ തന്നെ വാക്കുകൾ അറിയില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അപ്പഴത്തെ ഓർമ്മ ഉണ്ടാവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ബാക്കി കുട്ടികളായിട്ടൊക്കെ നല്ലപോലെ കളിച്ച് കൂട്ടൊക്കെ കൂടിയിരിക്കുന്നുണ്ട്. കളിക്കും കൂട്ടുകൂടും ഒക്കെ ചെയ്യും. എല്ലാം പണ്ട് സിനിമ കണ്ടതിന്റെ കഥ ഒക്കെ പറയുകയൊക്കെ ചെയ്യും. ആണല്ലേ? ശരി ശരി. ഈ അസുഖമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. തികച്ചും വളരെ നല്ലൊരു കുഞ്ഞാണ്. സംസാരത്തിന് മാത്രം ആ കുഞ്ഞിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. സംസാരത്തിന്റെ ബുദ്ധിമുട്ടല്ല ഇതിനകത്ത് ഞാൻ പറയണത്, ആശയവിനിമയ ശേഷി കുറവാണ്. ഈ കുഞ്ഞിന് ഒരു സംസാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, തെളിച്ച കുറവാണ്. അപ്പോൾ നാക്കിൽ കെട്ടുണ്ടോ നോക്കണം. വേറെ സംസാരത്തിന് സഹായിക്കുന്ന പേശികളുടെ ബലം, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, അവിടെ മാത്രമേ നോക്കേണ്ടൂ. പിന്നെ പഠിക്കുമ്പോൾ മറന്നു പോണു അങ്ങനെയൊക്കെ പറയുന്നത് അത് അതിന്റെ ഒരു ഇവാലുവേഷൻ ഒക്കെ ചെയ്ത്, ഈ ഓട്ടിസം എന്ന് പറഞ്ഞ അസുഖമായിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഡ്രൈ ഫുഡ് ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത്. അതെ അതെ. പിന്നെ ചില ഫുഡ് ഈ ഡിസീസിനെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു ഗോതമ്പില് മൈദയിലൊക്കെ കാണുന്നത് ഇതുപോലെ ഒരു ശരിക്കൊരു വില്ലൻ കഥാപാത്രം എന്ന് വേണം പറയാൻ ഈ അസുഖത്തില്. മൈദ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇവർക്കത് ദഹിക്കാനുള്ള കഴിവില്ലാതാവുമ്പോൾ ഈ അസുഖത്തിന്റെ തോത് വല്ലാതെ കൂടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ജനറ്റിക്കായിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. മിൽക്ക് പ്രോട്ടീനെ അതുപോലെ തന്നെ. അപ്പോൾ അത് അങ്ങനെ ഒരു ഫീച്ചർ ആ ഒരു കുട്ടിക്ക് തോന്നുവാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല. ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി, കേസിൻ സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അത് ആ ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുമ്പോൾ തന്നെ വളരെ സിംറ്റമാറ്റിക്കലി അവർ ഒത്തിരി റിലീവ്ഡ് ആവുന്ന കാണാറുണ്ട്. അപ്പോൾ അവരുടെ ദഹനശേഷി കറക്റ്റ് ആകാൻ ഉതകുന്ന ഭക്ഷണം, ഒരു ഫുഡ് ഡയറ്റ് എങ്ങനെയായിരിക്കണം അവരുടെ? ഡയറ്റ് എപ്പോഴും പാല് കട്ട് ചെയ്യണം. അങ്ങനെ സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾക്ക് മിൽക്ക് പ്രോട്ടീൻ കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പാല് ചേർന്ന സാധനങ്ങൾ, പായസം,
മിൽക്ക് ചോക്ലേറ്റ്സ്, പാല് കംപ്ലീറ്റ്ലി ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ വളരുന്ന പ്രായത്തിൽ പാല് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പേരൻസിന് ഒരു ഉത്കണ്ഠയുണ്ട്, അയ്യോ ഡോക്ടറെ വേറെ ഒന്നും ഇല്ലല്ലോ കുഞ്ഞിന്. അപ്പോൾ പാല് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിന് ഉതകുന്ന ഒരു പ്രോട്ടീൻ വേറെ കണ്ടെത്തണം, പിന്നെ ഒരു കാൽസ്യം സോഴ്സും വേറെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ ഏറ്റവും ലൈറ്റ് പ്രോട്ടീൻസ് ആണ് ഏറ്റവും ഫേവറബിൾ ആയിട്ട് അവർക്ക് നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ലൈക്ക് ചെറുപയർ പരിപ്പിലൊക്കെയാണ് ഏറ്റവും ലൈറ്റർ, ഏറ്റവും കുഞ്ഞിന് പെട്ടെന്ന് ദഹിച്ച് കയറാവുന്നത്. അപ്പോൾ അത് പരിപ്പായിട്ടോ കറിയായിട്ടോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. സാമ്പാറോ അങ്ങനത്തെ പോലെ കറികളാക്കുക. പിന്നെ മീനിലുള്ള ചെറിയ മീനൊക്കെ കഴിക്കുക വെച്ചാൽ, എസ്പെഷ്യലി കറി വെച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ കാൽസ്യം സോഴ്സുമായി ലൈറ്റ് പ്രോട്ടീനുമായി. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നോൺ വെജ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറച്ചും കൂടി തക്കാളി ഉൾപ്പെടുത്തുമെന്നോ, അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കുമ്പോൾ റാഗി കൊടുക്കുമെന്നോ, കുറുക്ക് പാലിൽ കുറുക്കണ്ട, അല്ലാതെ കുറിക്കാൻ മതി. അങ്ങനെയൊക്കെ എള്ളിലൊക്കെ കാൽസ്യം ഒത്തിരി റിച്ചാണ്. എള്ളില്ലേ, അപ്പോൾ എള്ളൊക്കെ ആഹാരത്തിൽ കുറച്ച് കരിപ്പൊട്ടിയും ചേർത്ത് ഇടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഒരു പ്രോട്ടീനും വേറെ കാൽസ്യം കിട്ടുന്ന വിധത്തിൽ ഡയറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകളെ കുറിച്ച് ഓട്ടിസത്തിന്റെ പറയാം. ഓരോ കുട്ടികൾക്കും ജനറലി ഓട്ടിസം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് കുട്ടിക്ക് പ്രശ്നം എന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിലാണ് ഒരു സ്കില്ലിരിക്കുന്നത്. കുട്ടിക്ക് ഇവിടെ എന്താ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ്റെ ഫങ്ഷനിൽ എന്താ പ്രശ്നം, ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ എന്താ ഇഷ്യൂ, ഇപ്പം അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് കുട്ടിയെ ഒന്ന് അസസ്മെൻറ്റിലാണ് ആക്ച്വലി ഒരു 25% ഇരിക്കുന്നത്. ഇപ്പോൾ ആ അസുഖത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് കുട്ടി എത്തി നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈജഷനെ അവർക്ക് ശരിയല്ല, ദഹന പ്രക്രിയ ശരിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശരിക്കും ഒരു ഡയറ്റ് പ്ലാൻ ആക്കി കൊടുക്കണം. നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ഇതിനകത്ത് കൂടി കുഞ്ഞിനെ വിടുകയല്ല ചെയ്യുന്നത്. നമുക്ക് ചികിത്സാ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായി കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം, സ്വാഗതം. പേര് പറഞ്ഞോളൂ. പേര് മഞ്ജു, പത്തനംതിട്ട. ഓക്കെ, സംസാരിച്ചോളൂ. പറയൂ മഞ്ജു. ഡോക്ടർ, ഞാൻ പിന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യം അറിയാനാണ് വിളിക്കുന്നേ. പിന്നെ കുഞ്ഞിനാണെങ്കിൽ എന്റെ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നേ. അപ്പം കുഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രസവിച്ചത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ 6ാം മാസം മുതൽ കുഞ്ഞിന് ഒത്തിരി വ്യത്യാസം, തല ഉറയ്ക്കുന്നില്ല, കുഞ്ഞ് നോക്കി ചിരിക്കുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ 7ാം മാസം മുതൽ കുഞ്ഞിന് ചെന്നി വരുന്നുണ്ട് കൂടെ ആയിട്ട്. ഗർഭിണിയായിരുന്നപ്പോ എന്താ വയ്യായ ഉണ്ടായിരുന്നത്? എന്തോ ഗർഭിണിയായിരുന്നപ്പോ എന്താ വയ്യായ ഉണ്ടായിരുന്നത്? വയ്യാഴിക എന്ന് പറയാൻ ഷുഗർ ഉണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഷുഗർ കൺട്രോൾഡ് ആയിരുന്നോ? കൺട്രോൾഡ് ആയിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ വെയിറ്റ് കുറവായിരുന്നു. വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു. ജനിച്ചപ്പോ എത്ര തൂക്കം ഉണ്ടായിരുന്നു? 2.15. 2.15. ഓക്കെ. അപ്പൊ ഇപ്പൊ ജന്നി വരുന്നുണ്ടല്ലേ? ഇനി വരുന്നുണ്ട്. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ടൊരു പിന്നെ ഇപ്പൊ ഒരു 6 മാസം മുമ്പേ വരെ കണ്ടിന്യൂ ആയിട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഒരിക്കൽ വന്നു. ആണോ? ഇപ്പൊ കുഞ്ഞിന് എത്ര വയസ്സായി? ഇപ്പൊ 2 വയസ്സ് 2 വയസ്സും 2 മാസവും. തലയുറച്ചോ ഇപ്പം? എന്തോ? തലയുറച്ചോ? തലയുറച്ചു, എന്നാലും ചെറുതായിട്ടൊരു ഇതുണ്ട്, വെട്ടിപ്പണ്ട്, എന്നാലും തലയുറച്ചു. പിടിച്ചിരിക്കോ? പിടിച്ചിരിക്കും, നല്ലതുപോലെ ഇരിക്കും. ആണല്ലേ? തല പിന്നോക്കം ആയി പോവില്ലല്ലോ? ഇല്ല, പോയിട്ടില്ല. നിർത്തി തുടങ്ങിയോ? പിടിച്ചു നിക്കും മാഡം, പക്ഷെങ്കില് പുറമോട്ടങ്ങ് വീഴും അല്ലേ? വേറെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ? പരിശോധനകൾ EG എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തിയായിരുന്നു. അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. സ്കാൻ ചെയ്തപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? സ്കാൻ തലയുടെ MRI എടുത്തിട്ട് നോർമലാണ്. ആണോ? തലച്ചോറിന്റെ വളർച്ച ശരിയാവാല്ലാത്തത് കൊണ്ടാണ് സൗമ്യയുടെ കുഞ്ഞിന് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. തൂക്കക്കുറവും ഉണ്ട്, അതിന്റെ പ്രവർത്തനം ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ തലച്ചോറിൽ നിന്ന് പേശികളിലേക്ക് എത്തുന്ന ഞരമ്പുകൾക്ക് കട്ടി പോരാ, അതിന്റെ ഒരു ഫംഗ്ഷൻ ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് നടക്കാനും ഇരിക്കാനും ഒക്കെ ഒന്ന് വൈകിയതും ഇപ്പോഴും ഒരു ബലക്കുറവുള്ളത്. സംസാരിക്കുന്നില്ല ഡോക്ടർ, നാക്കിനൊരു കെട്ടുണ്ട്. നാക്കിന് കെട്ടുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കില്ല സൗമ്യ. സംസാരത്തിന് ഒരു തെളിച്ച കുറവേ നാക്കിന് കെട്ടുണ്ടെങ്കിൽ വരുള്ളൂ. സംസാരിക്കാതിരിക്കുന്നത് ആ ഒരു തലച്ചോറിന്റെ വളർച്ചക്കുറവ് കൊണ്ടാണ്. കെട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ സംസാരിക്കും, ചെറിയ കൊഞ്ഞപ്പുണ്ടാവുന്നേ ഉള്ളൂ.
അപ്പോ അതിനകത്ത് ജെന്നി വരുന്നതിലാണ് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജെന്നി വന്നിട്ടുണ്ടല്ലോ മാഡം, കൈയൊക്കെ അങ്ങ് പിരിക്കും, കാലും അങ്ങ് പിരിക്കും, ഒരു സൈഡിലോട്ടൊക്കെ അങ്ങ് ആവും, വായൊക്കെ അങ്ങ്. ആണല്ലേ? എത്ര നേരത്തേക്കൊക്കെ വരും കുട്ടി? ഒരു 15 മിനിറ്റ് 10 മിനിറ്റത്തേക്കിനൊക്കെ വരും. ഒക്കെ വരും. കുട്ടിക്ക് നിറം വല്ല വ്യത്യാസം വരുന്നുണ്ടോ ജെന്നി വരുമ്പോ? ഇല്ല, അങ്ങനില്ല, ഇല്ല, വ്യത്യാസമില്ല. ഇല്ല ഇല്ല. ജെന്നി വരുന്നതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ തകരാറുള്ളത് കൊണ്ടാണ് ജെന്നി വരുന്നത്. പക്ഷെ അത് കൂടുതൽ നേരമൊക്കെ നിന്നാൽ അതുകൊണ്ട് വീണ്ടും ഒരു ഡാമേജ് ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയാണ്. അപ്പോൾ അതിന് 2 തലത്തിൽ അതിനെ ചികിത്സിക്കണം. ഈ ഫിറ്റ്സിന് ഉള്ള മെഡിസിൻ കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ തലച്ചോറിന്റെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള. അപ്പോൾ പേശികൾക്കൊക്കെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ വളരെ ആൾട്ടേർഡ് ആയിട്ടുണ്ടാവും. അതിനൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് വേണ്ടത്. അതിനകത്ത് ഫിസിയോതെറാപ്പി അതുപോലെയുള്ള തെറാപ്പീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഉഷാറാക്കുകയാണ് വേണ്ടത്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ആദ്യം റെഗുലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. അവർക്കൊരു ഇത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് കഴിക്കാനും ലിബർട്ടി ഉണ്ട് എന്നുള്ളതിൽ മൈദ ചേർന്നിട്ടുള്ള സാധനങ്ങൾ സ്ട്രിക്ട്ലി കട്ട് ചെയ്യണം. അതിനകത്ത് മൈദ ചേർന്ന് പിന്നെ ആർട്ടിഫിഷ്യലി പ്രിസർവ്ഡ് ഫ്ലേവേർഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനകത്ത് ആദ്യം പറയുന്നത് ബിസ്ക്കറ്റ്സ്, നോ ബിസ്ക്കറ്റ്സ്. കുഞ്ഞിന് ഇഷ്ടമുള്ളതായിരിക്കും. സാധാരണ അമ്മമാർ പറയും, അയ്യോ ഡോക്ടർ ആകെ കുഞ്ഞ് കഴിക്കുന്ന പാലും ബിസ്ക്കറ്റും. പിന്നെ എല്ലാ കുറുക്കും പാലിൽ കുറുക്കുന്ന ഒരു ശീലവും കാണും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ എന്ത് കുഞ്ഞിന് കൊടുക്കാം എന്നുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കണം. ഇപ്പോൾ അവർക്ക് ഡ്രൈ ആയി ചെറിയ മുറുക്ക് മാതിരിയുള്ള പലഹാരങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഈ ഡ്രൈ ആണും താനും. അപ്പോൾ അങ്ങനെയുള്ള ബാക്കി എല്ലാ വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലിയോ അതെല്ലാം എല്ലാ പലഹാരങ്ങളും ആവാം. അതിൽ നിന്ന് പാല് ഒഴിവാക്കുക, മൈദ ഒഴിവാക്കുക. ഓക്കെ, നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാമേ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയാമോ മാം? എന്റെ പേര് ആനി. എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ആനി. എന്റെ മകന് 30 വയസ്സുണ്ട്. അവന് ഈ ഫിറ്റ്സ് വരുന്നുണ്ട് എപ്പോഴും. ഫിറ്റ്സ് വരുന്നത് കാരണോണ്ടേ അപ്പൊ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഫിറ്റ്സ് വരുന്നുണ്ട്. ബാക്കി ബുദ്ധിമുട്ടുകൾ വേറെ ഫിറ്റ്സ് അല്ലാതെ ബുദ്ധിമുട്ടുകൾ സംസാരിക്കാൻ അങ്ങനെ വിക്കല് പോലെയൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് പാട്ട് പാടും. ബുദ്ധിപരമായിട്ട് എങ്ങനെയാ? ബുദ്ധിപരമായിട്ട് അല്പം പുറകിലാണ്. എന്നുവെച്ചാൽ അങ്ങനെ മനസ്സിലാവുന്ന തരത്തിലല്ല. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ല. ആണല്ലേ? പിന്നെ മുഖത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുരുക്കള് പോലെ ഉണ്ട്. ഇങ്ങനെ ബ്രെയിനിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്? ബ്രെയിനിന്റെ എന്തോ എന്തോ ഒരു പ്രശ്നം അവര് പറഞ്ഞത്. അത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആണല്ലേ? മരുന്ന് തുടർന്ന് കഴിക്കണ്ടല്ലോ അല്ലേ? മരുന്ന് തുടർന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ആ ഫിറ്റ്സിന് കൊടുക്കുന്ന മരുന്നുകൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതുവരെ അങ്ങനെ മുടക്കൊന്നും വന്നിട്ടില്ല. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ അത്ര പോരാത്തത് കൊണ്ടാണ് അങ്ങനെ ഫിറ്റ്സ് വരുന്നത്. ബുദ്ധിപരമായി എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനും വേണ്ട ചികിത്സ അതോടൊപ്പം തന്നെ പോകേണ്ടതാണ്. ശരീരത്തിന് നല്ല വെയിറ്റ് ഉണ്ടേ. അപ്പൊ അത് അങ്ങനെ കുറയ്ക്കാനായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന് ക്ഷീണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആഹാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴോ? അതെ അതെ അതെ. ആഹാരം കുറയ്ക്കാനല്ല, അവന് തളർച്ചയും ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു വയ്യായിക പോലെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ. പക്ഷെ ഇപ്പൊ നമ്മള് ക്രമീകരിച്ചു കൊണ്ടെടുക്കുമ്പോ ഭക്ഷണത്തിന്റെ ആണോ അതോ അവന്റെ ഗുളികളുടെ ആണോ എന്നറിയില്ല. ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട്. നന്നായിട്ട് ഉറങ്ങും. യൂഷ്വലി ഈ ഫിറ്റ്സിന് കൊടുക്കുന്ന ഈ ജെന്നി വരുന്നതിന് കൊടുക്കുന്ന മെഡിസിൻസ് കുറച്ച് സെഡേഷൻ ഉള്ളതാണ്. പക്ഷെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഒന്ന് താത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് സെഡേഷൻ ഉള്ളതാണ്. പിന്നെ അല്ലാതെ ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ ആഹാരം കഴിക്കുക, എക്സസൈസ് കുറവാണ് ഇവർ. ആഹാരം കഴിച്ചിട്ട് ഇവർ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കുക ചെയ്യുക. അപ്പോൾ ആഹാരത്തിൻ്റെ പട്ടിണി ഇടുകയല്ല വേണ്ടത്, അതിൻ്റെ കാലറി വാല്യൂ കുറവുള്ള ഫുഡ് നോക്കി റെഗുലേറ്റ് ചെയ്യുക, എക്സസൈസ് കൂട്ടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഫുഡ് ലെവൽ അങ്ങ് താത്തിയാൽ ഈ മെഡിസിൻ്റെ ഡോസും കൂടി ആകുമ്പോൾ കുട്ടി ആകെ ഗ്ലൂമി ആവും. എക്സസൈസ് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഹലോ, ഫാത്തിമയാണ് കാസർഗോഡ്. ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. പറയൂ ഫാത്തിമ. എന്റെ സിസ്റ്ററിന് വേണ്ടി ചോദിക്കുന്നതാണ്. അവൾക്ക് 21 വയസ്സായി. ഹലോ. അത് അവള് ചെറുപ്പത്തിൽ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ്.
ഇപ്പോൾ അവരെ അങ്ങനത്തെ കുട്ടികളുള്ള ഒരു സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. അവള് ഉറക്കില് മൂത്രയിക്കുന്നത് ഉണ്ടല്ലേ? ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാനാണ്. പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? പെരുമാറ്റം ഇപ്പം നമ്മളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആദ്യം നമ്മള് നടക്കലൊന്നും ഉണ്ടായിട്ട, ഒരു 3-4 വയസ്സായതിനു ശേഷമാണ് നടക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പൊ എല്ലാരും മനസ്സിലാവുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഒന്നും കഴിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തനിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ബാത്റൂമിൽ പോവാനൊക്കെ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല, ഇപ്പം പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഉറക്കില് മൂത്രം ഒഴിക്കുന്ന ഇതുവരെ നിന്നിട്ടില്ല. 21 വയസ്സായി. സംസാരം ക്ലിയർ ആയിട്ട് സംസാരിക്കൊന്നുമില്ല. ഇല്ല അല്ലേ? ഇല്ല, അവളെ ഭാഷയില സംസാരം. ഒരു 4-5 വാക്കുകളൊക്കെ പറയോ? അങ്ങനെ പറയും. താത്ത, പിന്നെ ഉമ്മ, അങ്ങനെ വേറെ അധികം ഒന്നും സംസാരിക്കൂല. പിന്നെ ബാത്റൂമിൽ പോയാൽ ഇപ്പൊ കുറച്ച് നാളെ 2-3 വർഷമായിട്ട് ബാത്റൂമിൽ പോയാല് കുളിക്കാനൊക്കെ പോയാല് ക്ലോസറ്റിൽ ഇരിക്കുന്നില്ല, പുറത്ത് തന്നെ പോകുന്നു. അത് സ്കൂളിൽ നിന്നും പറയുന്നുണ്ട്. നമുക്ക് കൊറേ പറഞ്ഞ് പിന്നാലെ കൂടിയാല് മാത്രം ബാത്റൂമിൽ കയറുമ്പോ പറഞ്ഞു കൊടുത്താൽ കുറച്ചിരിക്കും ബാത്റൂമില്. അല്ലെങ്കിൽ അവള് മൂത്രയിക്കാൻ ഇരിക്കുമ്പോ തന്നെ ഇങ്ങനെ മലം പോകുന്നുണ്ട്, അറിയാതെ തന്നെ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇവരെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യാൻ ഇത്തിരി വളരെ ട്രെയിനിങ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ബാത്റൂമിൽ പോകുന്നത് ഇവർക്ക് യൂഷ്വലി ഇഷ്ടമല്ല. ബാത്റൂം നനഞ്ഞു കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെൻസറി ഇഷ്യൂസ് ഉള്ള കാരണം ഇവർക്ക് നനവ് ഇവര് പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അപ്പൊ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവര് പോയി ഇരിക്കാനാ ഇവർക്ക് ഇഷ്ടം. അതിഷ്ടാണ്. കാലൊക്കെ വെള്ളമായിട്ടുണ്ട്, വേഗം തുടക്കും തുണിയൊക്കെ എടുത്തിട്ട്. അതുകൊണ്ട് ഇവർക്ക് ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ബാത്റൂം ഡ്രൈ ആയിരിക്കണം എന്ന് അത്യാവശ്യമാണ്. നനവ് പറ്റുന്ന ഇവര് ടോളറേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ട്രെയിൻ ചെയ്യാൻ. ഇവർക്ക് എന്ത് ഇഷ്ടക്കേടെന്ന് നമ്മൾ കൂടി കുറച്ച് മനസ്സിലാക്കണം. അല്ല, ഇത് ഉറക്കില് മൂത്രയിക്കുന്നതിനെ കുറിച്ചിട്ട് ഉറക്കത്തില് മൂത്രമൊഴിക്കുന്ന സാധാരണ 5 വയസ്സിന് ഉള്ളിൽ കുട്ടിക്ക് കൺട്രോൾ വരണം നോർമലി ഒരു കുട്ടിക്ക്. പക്ഷെ ഇവർക്ക് എന്താ വെച്ചാൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ അത്ര ആവാത്ത കാരണം ഇവർക്ക് ഒന്നാമത് ഇത് ചെയ്യണം ഇത് ചെയ്യരുതെന്ന് അവർക്ക് ഒരു ഓറിയന്റേഷനും ഇല്ല. പിന്നെ ആ കൺട്രോളിന് അവർ ട്രൈ ചെയ്യുന്നുമില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് നല്ലപോലെ അങ്ങ് കർട്ടയിൽ ചെയ്യും. അത്യാവശ്യത്തിന് മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. പിന്നെ അവര് ഒരു കിടക്കയിൽ പോകുന്ന ഒരു സമയം നമ്മൾ ഏതാണ്ട് ഒന്ന് നമുക്കൊരു ഐഡിയ വേണം. ഒരു 12 മണിയാവുമ്പോഴൊന്ന് 1 മണിയാവുമ്പോഴൊന്ന് ഏതാണ്ട് ഒരു ഐഡിയ വേണം. ആ ഒരു ഐഡിയ വെച്ചിട്ട് അതിന് മുന്നേ ഒരു 1 hour മുന്നേ നമ്മളൊന്ന് അലാം വെച്ചിട്ട് എഴുന്നേറ്റ് ഒന്ന് ടോയ്ലറ്റ് കഴിച്ചിട്ട് കൊണ്ടുവന്ന് കിടത്തുന്നതായിരിക്കും. ഇവൾക്ക് വെള്ളം നല്ലോണം കുടിക്കും. വെള്ളം നമ്മളോട് ചോദിക്കാതെ വേഗം കുടിക്കും. അല്ല, പകലൊക്കെ ആയിക്കോട്ടെ, രാത്രി ഒരു കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ തൊട്ട് ആ ഫ്ലൂയിഡ് ലെവൽ അങ്ങ് കട്ടയിൽ ചെയ്യണം. അത് ശരിയാണ്. പക്ഷെ ഇവള് കിടന്നാലും വീണ്ടും ചോദിക്കും വെള്ളം വേണം, വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊറേ കരയും. ഇവർക്ക് പിന്നെ കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളം. അപ്പൊ ആ പോകുന്ന ടൈം ഒന്ന് നോക്കി വെക്കുന്നതായിരിക്കും. അലാം വെച്ചിട്ട് ആ ടൈമിന് മുന്നേ ഒന്ന് ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുപോയി ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് വേണം ഒന്ന് അവര് അലേർട്ട് ആവണം. എന്നാലേ നെക്സ്റ്റ് ഡേ അവര് ആ ടൈം ആവുമ്പോ അവരൊന്ന് കോൺഷ്യസ് ആയി വരുള്ളൂ. ഒരു ദിവസം ചെയ്തോണ്ടാവില്ല. മൂത്രയിച്ചിട്ട് തന്നെ കിടക്കല്. എന്നിട്ട് മൂത്രം ഒഴിക്കുന്നു കിടക്കല്. അതാണ്. പിന്നെ കുറച്ച് വാശിയൊക്കെ ഉണ്ട്. എന്നാ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം മാം. ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ ചെങ്ങന്നൂരിലാണ്. പേര് പറഞ്ഞോളൂ. ഓക്കെ, സംസാരിച്ചോളൂ. എന്റെ മോളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. അവന് ചെറുപ്പത്തിൽ ചെവി തീരെ കേൾക്കില്ലായിരുന്നു. 2 വയസ്സുള്ളപ്പോ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. അതെല്ലേ? അത് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നില്ല. സംസാരമായില്ല. ചില വേർഡ്സ് ഒക്കെ ഇങ്ങനെ പറയും, അത് പക്ഷെ അതൊരു സെന്റൻസ് ആയിട്ട് പറയുന്നില്ല. 4.5 വയസ്സുണ്ട്. അപ്പൊ അവര് പറയുന്നത് അവിടെ കാനഡയിലാണ് അവര്. അപ്പൊ അവിടെ പറയുന്നത് ചെറുതായിട്ട് ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ലൈറ്റ്ലി ആണല്ലേ. പക്ഷെ ഇവിടെ ഞങ്ങളെല്ലാം കൂടെ ഡോക്ടറെ ന്യൂറോയിലൊക്കെ കാണിച്ചപ്പം പറഞ്ഞു എല്ലാം നോർമലാ, ബ്രെയിൻ എല്ലാം നോർമലാ, കുഴപ്പമില്ലെന്ന് പറയുന്നു. പക്ഷെ സംസാരിക്കുന്നില്ല ഇതുവരെ. ചില വേർഡ്സുകളൊക്കെ പറയുന്നുണ്ട്, 2 വാക്കുകൾ ഇപ്പം കൂട്ടി പറയുന്നുണ്ട്. ആണല്ലേ? അത് അവസരത്തിലൊത്താണോ സംസാരിക്കുന്നത്? അവസരം ജസ്റ്റ് കം, മമ്മ കം, ഇങ്ങനെയൊക്കെയുള്ള
അവന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് സ്പീച്ച് തെറാപ്പിയൊക്കെ വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത്രയും അവിടെ ടീച്ചേഴ്സ് സ്കൂളിലും വിടുന്നുണ്ട്, സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നേ. ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു ഇവൻ നല്ല ഇന്റലിജന്റ്, അവന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളൂ എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും സംസാരം ഇല്ല ഇതുവരെ. നല്ല മിടുക്കന, ഭയങ്കര ആക്റ്റീവ് ഒക്കെയാ. അല്ല, ഇവർക്ക് ഒരിക്കലും ഇവരുടെ ഇന്റലിജൻസിന് ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. IQ റിലേറ്റഡ് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവർ നമ്മളെക്കാളും ഒരു പക്ഷേ ചില കുട്ടികളൊക്കെ IQ ലെവൽ കൂടുതലെങ്കിലേ ഉള്ളൂ. IQ ആയിട്ട് ഇവർക്ക് ഇഷ്യൂ ഇല്ല. അതിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്. അവൻ അത്രയും പേഷ്യൻസ് ഇല്ലത് കേൾക്കാന്. അവര് ജസ്റ്റ് കഥയൊന്നും പറയുന്നില്ല, അവർ വേർഡ്സ് പഠിപ്പിക്കുക, ഓരോന്ന് പുതിയ പുതിയ വാക്കുകൾ പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു പുതിയ വേർഡ് പറഞ്ഞാൽ അത് പറയാം, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിടുക. അതിന് ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണോ ഇതിന്റെ ക്ലാസിക്കൽ പിക്ചറിൽ നിന്ന് കുട്ടി ഒന്ന് മാറി നിൽക്കും. അപ്പോൾ ഒരു സെന്റൻസ് നമ്മളിപ്പോൾ പറയുമ്പോൾ, നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആകത്തുകയാണ് ഒരു അർത്ഥം മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് വേർഡ്സ് ആണ് ക്യാച്ച് ചെയ്യണത്. ആ വേർഡ്സ് ഇപ്പോൾ മോർണിംഗ് വാ എന്ന് പറയുമ്പോൾ വാ എന്ന് മാത്രമേ അവൻ ക്യാച്ച് ചെയ്യുള്ളൂ. ഇങ്ങോട്ട് വാന്നോ അങ്ങോട്ട് വാന്നോ ഒന്നും ക്യാച്ച് ചെയ്യില്ല. അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആ ലാംഗ്വേജ് റിസീവ് ചെയ്യുന്നതിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. കഥ കേൾക്കാൻ കുഞ്ഞ് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നീ കുട്ടി അത്രയും സിവിയർലി ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ആ കഥ പറയുമ്പോൾ ഉള്ള ടോട്ടൽ എസൻസ് കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ റിസീവിങ് ദ ലാംഗ്വേജിൽ ഇഷ്യൂ ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് കേരളത്തിൽ വരുവാണെങ്കിൽ അവർക്ക് എന്തോ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി കാണിക്കണം? അല്ല, ഫസ്റ്റ് അസസ്മെന്റ് എങ്ങനെ വേണം, ലാംഗ്വേജ് റിസീവ് ചെയ്യുന്നതിൽ ഏതൊരു ഘട്ടത്തിലാണ് അവന് പ്രശ്നം ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ തന്നെ കുറച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. ദെൻ സോഷ്യലൈസ് ചെയ്യുന്നതിൽ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, അവന് റോഡിലൊക്കെ പോകണം, എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും എല്ലാവരുടെ അടുത്ത് പോവുകയും വലിയ എല്ലാവരുമാർക്ക് അവനെ ഇഷ്ടവും ആ കുട്ടിയെ ആണല്ലേ, എല്ലാവരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവൻ. ഓക്കെ, വേറെ ശരീര ചേഷ്ടകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. വല്ലാതെ ശബ്ദമോ ഒരു കൂന്ന പോലുള്ള ചെറിയ ശബ്ദം എപ്പോഴും ഇങ്ങനെ കാണും. അപ്പൊ അതുകൊണ്ടൊക്കെയാ ഡോക്ടർ പറഞ്ഞു ഓട്ടിസം. പിന്നെ എന്തെങ്കിലും കറങ്ങുന്ന സാധനം കാണുന്ന ആ വണ്ടിയൊക്കെ കാണുവാണെങ്കിൽ വീലെ മാത്രം നോക്കിയിരിക്കും, ആ മൂവ്മെന്റിൽ അവന്റെ ശ്രദ്ധ മുഴുവൻ. അതാണ് ചെറിയൊരു ഫീച്ചർ അല്ലേ എന്നൊരു സംശയം തോന്നുമാർ. ആ ഒരു സ്റ്റീരിയോടൈപ്പിക് മൂവ്മെന്റ് ആണ്. ഒരു ഇങ്ങനെ റോൾ ചെയ്തിരിക്കുക, വണ്ടിയിലെ വീല് കറക്കി ആ ടോയ് മൊത്തം കൊണ്ട് കളിക്കില്ല. കുട്ടികൾ ഓടിച്ച് കളിക്കില്ലേ കാറൊക്കെ, അല്ലെങ്കിൽ ഒന്ന് അതിന്റെ മേലെ കൂടി കയറ്റി ഇറക്കുക, അങ്ങനെ ഒരു ഇമാജിനറി പ്ലേ ഇവര് വരൂല. ഇവർ ആ വീല് തന്നെ എൻഗേജ് ചെയ്ത് അങ്ങനെ തന്നെ കറക്കി പിന്നെ തിരിച്ചിങ്ങോട്ട് കറക്കി. അതൊരു ചെറിയ ഒരു ഫീച്ചർ ആണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷെ നമുക്ക് ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡെന്നൊന്നും പറയാനില്ല കേട്ടോ. അതിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് പ്രോപ്പർലി ട്രീറ്റ് ചെയ്താൽ കയറ്റിക്കൊണ്ട് വരാവുന്ന വളരെ നോർമൽ കുഞ്ഞായിട്ട് സംസാരിച്ച് വളരുമെന്നുള്ള. ഇപ്പൊ എത്ര വയസ്സാണ്? ഇപ്പൊ 4.5 വയസ്സായി. ഓ, ഈ ഏജ് ഒക്കെ നല്ലതാണ്. ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യണ നല്ല ഏജ് ആണ്. അണ്ടർ 5 എന്ന് പറഞ്ഞ നല്ല റെസ്പോൺസ് ഉള്ള ഏജ്. ടീച്ചേഴ്സ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടാ പറയുന്നത്. അവര് പറഞ്ഞു ഈ കുഞ്ഞിനെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട, താമസിച്ചാന്നേലും സംസാരിക്കും എന്നൊക്കെ അവൻ പറയുന്നേ. അത് എനിക്ക് കേട്ടെടുത്തോളം അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഈ ട്രെയിനിങ്ങിന്റെ കൂടെ കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് സപ്പോർട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഇൻഷുറൻസ് നാളിനെ വിടുന്നുണ്ട്. വീട്ടിൽ വന്ന ടീച്ചർ ട്രെയിൻ ചെയ്യുന്നത് എല്ലാം പറയുന്നുണ്ട്. അവൻ നോർമൽ ബാക്കി എല്ലാം ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു പുതിയ എയ്ഡും വെച്ചിട്ടുണ്ട്. ഈ കോക്ലിയർ ഇംപ്ലാന്റിൽ തന്നെ ലേറ്റസ്റ്റ് ഒരെണ്ണം, അത് ടീച്ചറിന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടീച്ചർ പറഞ്ഞ മാത്രം സൗണ്ട് ഇവന് കിട്ടാനുള്ളത്. അപ്പൊ ശ്രദ്ധ വേറെങ്ങും പോവുകയല്ല. അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സംസാരമില്ല, വേർഡ്സ് മാത്രം പറയുന്നുണ്ട്. ചില മമ്മ, പപ്പ, ഇവർക്ക് ലേശം വേർഡ് ജോയിനിങ്ങിലില്ലേ, നമ്മൾ സെന്റൻസ് സ്ട്രക്ചറിങ്ങിൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവര് കേൾക്കുമ്പോഴും ഒരു സെന്റൻസിൽ 2-3 വേർഡ്സ് ആണ് ക്യാച്ച് ചെയ്യണത്, സ്ട്രൈക്കിംഗ്. അത് തിരിച്ചു പറയുമ്പോഴും അവർ ആ വേർഡ്സ് തിരിച്ചു പറയുള്ളൂ. അല്ലാതെ നമ്മളതൊരു തഞ്ചത്തിനൊന്ന് മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കില്ലേ. ഇപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ അടുത്ത് നമ്മളത് പല തരത്തിലാക്കില്ലേ. അങ്ങനെ മോഡുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവർക്ക് വരില്ല. കുറച്ചൊന്ന് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് കൂടി കൊടുക്കുവാണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരും. ബിഫോർ 5 years എപ്പോഴും നല്ല ഏജ് ആണ് കേട്ടോ. നമ്മളെ കേരളത്തിൽ നേഴ്സൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഉണ്ട്. അവിടെ ട്രെയിനിങ് വ്യത്യാസം ഉണ്ടാവും. അവിടെ നിങ്ങൾ കൊടുക്കുന്ന മാതിരി ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് സെന്റർ അല്ല, ട്രെയിനിങ് നല്ല ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു സെന്റർ ആണ്.
ഇപ്പൊ കാനഡയിലൊക്കെ ബെസ്റ്റ് ട്രീറ്റ്മെന്റാ കൊടുക്കുന്നത്. ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ല, അവരുടെ ഇത് നമ്മുടെ സംസാരിക്കാനുള്ള കഴിവൊക്കെ ഇങ്ങനത്തെ അതിനായിട്ടുള്ള ആളിനെ എഴുതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഓട്ടിസ്റ്റിക് എന്നുള്ളത് അവിടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യില്ലല്ലോ. അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നുവെച്ചാൽ ലാംഗ്വേജ് ഒക്കെ ചെറിയ ഏജിലെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കാണിക്കുന്ന പോലെ ABCD ഒക്കെ എഴുതും, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു ഇമാജിനറി ലെവലിൽ കുട്ടി സ്പീച്ചും ഇല്ല, ബാക്കി ആക്ടിവിറ്റിയും വരുന്നില്ല. വിളിച്ചതിൽ വളരെയധികം നന്ദി മാം. നമുക്ക് പെട്ടെന്ന് തന്നെ ആയുർവേദത്തിലെ ചികിത്സാ രീതികളെ കുറിച്ച് പറയാം. തുടക്കം തന്നെ ആ ഡൈജഷൻ്റെ ഇമ്പയർമെൻറ്റ് കറക്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ബ്രെയിനിൻ്റെ ഈ പ്രവർത്തന തകരാറുകൾ റെക്ടിഫൈ ചെയ്യുന്ന മെഡിസിൻസും അതുപോലെ പ്രൊസീജിയർ ബേസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ക്രിയാക്രമമാണ് അതിൻ്റെ കൂടെ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു പ്രോട്ടോകോൾ മാനേജ്മെൻ്റ് അല്ല, ഓരോ കുട്ടിയുടെയും അവസ്ഥ വെച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ട മാനേജ്മെൻറ്റ് സ്പെഷ്യലാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു മെഡിസിന് റെസ്പോണ്ട് ചെയ്യും എന്നല്ല പറയേണ്ടത്. അപ്പോൾ പിന്നെ യങ്ങർ ഏജ്, ചെറിയ ഏജ് എൻ്റെ ബ്രെയിൻ എപ്പോഴും പ്ലാസ്റ്റിസിറ്റി പറയും, അത് വളരെ പ്ലയബിളാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന. ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 30 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ വളരെ സ്കോപ്പ് കുറവാണ് അതിനകത്ത്. അത് ഒരു ഏജ് ഒരു മെയിൻ ഘടകമാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനം നന്നാക്കുന്ന ചികിത്സാക്രമങ്ങളും മരുന്നുകളും ആണ് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകമായി ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും? അതെ, പെരുമാറ്റ രീതി ആദ്യമേ സംസാരത്തിനല്ല നമ്മൾ ട്രൈ ചെയ്യുക. പെരുമാറ്റ സോഷ്യലൈസേഷനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോഷ്യലൈസ് ചെയ്ത് എനിക്ക് വേണം തോന്നുന്ന കുട്ടി മാത്രമേ സംസാരത്തിൽ ശ്രദ്ധിക്കുകയോ അത് പുറപ്പെടുവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ പേരൻസ് സാധാരണ വന്ന് പറയും എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും അങ്ങ് സംസാരിപ്പിച്ചാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ഒരു ഷോർട്ട് കട്ട് റൂട്ടും ഇല്ല. ആദ്യം സോഷ്യലൈസ് ചെയ്യുക. ബിഹേവിയർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ആദ്യം മാനേജ് ചെയ്യുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് അവൻ്റെ അറ്റൻഷൻ കൂട്ടിയെടുത്ത്, ഞാൻ എപ്പോഴും അവൻ എന്ന് പറയണത് എന്താ വെച്ചാൽ ആൺകുട്ടികളിലാണ് അത് കൂടുതൽ കാണുക. പെൺകുട്ടികളെ അപേക്ഷിച്ച് 4 ഇരട്ടി ആൺകുട്ടികളിലാണ് അത് കാണുന്നത്. അപ്പോൾ അതൊന്ന് ബിഹേവിയറൽ ഇഷ്യൂസ് അന്ന് ടാക്കിൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അവരൊന്ന് സോഷ്യലൈസ് ചെയ്യാൻ അതാണ് ലക്ഷണം. അപ്പം അമ്മ പറയുമ്പോൾ എന്നെ ഇഷ്ടം, ഞാൻ കൂടെ നടന്ന ഇഷ്ടം, എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്, ഇടയ്ക്കെങ്കിലും എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പം തലയ്ക്ക് അടി കുറവുണ്ട്, ഇപ്പോൾ ഒന്ന് അങ്ങനെ ഒരു സോഷ്യലൈസ് ചെയ്ത് കുറച്ചും കൂടി അടുത്തൊക്കെ കോണ്ടാക്ട് വന്നു കഴിയുമ്പോഴാണ് ആണ് അവർ സംസാരത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഈ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മ പറയുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുട്ടിയുടെ സംസാരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതായത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പല ഫേസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്, ഒറ്റ പ്രോട്ടോകോൾ അല്ലാതെ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മാമിന് എന്ത് മെസ്സേജാണ് വ്യൂവേഴ്സിനോട് പാസ് ചെയ്യാനുള്ളത്? എത്രയും പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കുട്ടിയിൽ സംശയം തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ സ്വന്തം കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയത്. അത് അടുത്ത ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഡയഗ്നോസിസ് ക്ലിയർ ആക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ കുട്ടിയെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത്രയും സമയം ദൂരദർശന് വേണ്ടി സമയം നൽകിയതിനും അതുപോലെ പ്രേക്ഷകരുടെ മറുപടി നൽകിയതിനും എല്ലാത്തിനും വളരെയധികം നന്ദിയുണ്ട് മാം. താങ്ക്സ് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും ഇതേ സമയം. അതുവരെ നന്ദി, നമസ്കാരം.